എന്നെ പറഞ്ഞ 70 ഡേയ്സിലെ അവിടെ നമ്മളെ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ എങ്ങനെ കണ്ടില്ലേ, അവർ ഒരു അനിയനായിട്ട് കണ്ട്. ഡ്രൈവർ അല്ല ഇത്, ഇവിടെ മൂന്നെ പണ്ട ഒരു അനിയൻ പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളിന് 70 ഡേയ്സ് അവിടെ ഇരുന്നിട്ട് ആ ഒരു അമ്മയ്ക്ക് ഞങ്ങളെല്ലാം കൊട്ട ഒരു വാക്കുണ്ട്, അമ്മേ നിങ്ങളെ ഒരു മോന് കണ്ടിപ്പായി നിങ്ങളെ വീട്ടിലെ കൊണ്ടുവരും. അതേ സമയത്ത് നമ്മൾ എല്ലാവരും ആൾക്കാരെല്ലാം ആയിട്ട് ഇന്ന് ആംബുലൻസിലെ കൊണ്ടുവന്നു. കണ്ടിപ്പാ അത് ഒരുപാട് ബുദ്ധിമുട്ട്. ആ വെള്ളത്തിലെ ഗംഗാവളിയിലെ എത്ര പ്രശ്നം, എല്ലാവരും തലയെല്ലാം പറഞ്ഞ മുതലെ കൊണ്ടുപോയി അതുകൊണ്ട് അതെല്ലാം അറിയത്തില്ല. എത്ര കഷ്ടം നമുക്കും അറിയൂ, അത് ഇവർക്ക് അറിയൂ. ഞാൻ കണ്ണാലെ കണ്ടതാണ് ഈ മനുഷ്യന്റെ ത്യാഗം. അതെന്താ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആവണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് ഒഴുക്കുള്ളപ്പോഴും സ്വന്തം ജീവൻ 50 നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയില്ല. അതൊക്കെ അങ്ങോട്ട് നോർമലി പോയല്ല. അതായത് കുത്തി ഒഴുകണായത് 9 നോട്ടിൽ ഓൾറെഡി അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, മരങ്ങളുണ്ട്, കൊമ്പ് അതെ ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാ. ഇപ്പം ഗംഗാവലി പുഴന്റെ ഓരോ മുക്കും മൂലം അറിയണതാ. ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഫുൾ ഒരു മാജിക് ഉണ്ട്. അതായത് നമ്മൾ ഈ പുഴയിലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു. ഈ പുഴയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഈ പുഴയിൽ ഒരുപാട് സാധനം ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരി ആയിപ്പോയി. ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മലയാളികള്, അതായത് മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, വിജയിക്കുന്ന ഒരു മൂവ്മെന്റ് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ മൂവ്മെന്റാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു വലിയ ത്യാഗത്തിന്റെ ടൈമുണ്ട്, പരീക്ഷണത്തിന്റെ ടൈമുണ്ട്, അപമാനത്തിന്റെ ടൈമുണ്ട്. ആ ടൈമിന് അത് കണ്ടിപ്പായിട്ട് മുന്നപ്പണ്ണ കൈവിട്ടില്ലേ, നീ ബാ, നീ അമ്മ കൊടുത്ത് ബാ. ഞാൻ ഇതോടുകൂടി പ്രശ്നം തീരില്ല. നമ്മള് ഈ ഒത്തൊരുമ എന്താ എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം കാണും. ഒരു അവസാന യാത്ര കൊടുക്കുന്നത് ലോകം മൊത്തം കണ്ടിട്ട് ഇതൊരു മാതൃക. ആ കുത്തൊഴുക്കിലും ആ പുഴയിലേക്ക് എടുത്തു ചാടിയ ആളാണ് ഈശ്വർ മൽപേ സംഘത്തെയും കേരളം മറന്നുകൂടാ. നമുക്ക് അവരോടും കടപ്പാടുണ്ടാവണം, നന്ദി ഉണ്ടാവണം. മനാഫ് മനുഷ്യ സാഹോദര്യത്തിൻ്റെ അനശ്വരമായ പ്രതീകമാണ്. മറ്റെല്ലാം മാറ്റിവെച്ച്, സ്വന്തം കുടുംബവും ജോലിയും വരുമാനവും എല്ലാം മാറ്റിവെച്ച് 70 ദിവസത്തിലധികമായി അർജുനെ കണ്ടെത്താനായി ഓടി നടന്ന മുട്ടാത്ത വാതിലുകളില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന നേതാക്കളോടും ഇപ്പോൾ അല്പം കാലാവസ്ഥ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്, ഷിരൂരിലെ ദൗത്യം നടക്കാൻ എന്തെങ്കിലും ഇടപെടണം എന്ന് കേണ് പറയുന്ന മനാഫിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി 70 ദിവസത്തിലധികം പോരാടിയ ആളാണ് മനാഫ്. അതുപോലെ നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മൃതദേഹമെങ്കിലും കിട്ടുമോ എന്നറിയാൻ കുത്തൊഴുക്കിനെ വകവയ്ക്കാതെ ആ പുഴയിൽ ചാടി പരിശോധിച്ച ആളാണ് മാൽപേ. ഇവരെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത് മാനവ സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യ സാഹോദര്യത്തിൻ്റെ അനശ്വരമായ കഥ കൂടിയാണ്. അർജുൻ വിടവാങ്ങുമ്പോൾ, അർജുൻ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഓർമ്മയായി മാറുമ്പോൾ ഈ സാഹോദര്യത്തിൻ്റെ കഥ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകണം.